മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടാണ് കുട്ടികളെ വളർത്തി ഉന്നത പഠനത്തിന് അയക്കുന്നതെന്ന് മക്കൾ ചിന്തിക്കാറുണ്ടോ? അതിനിടെ വീട്ടുകാരറിയാതെ പ്രണയവും ആഘോഷങ്ങളും, ഒടുവിൽ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. കോഴിക്കോട് സ്വദേശിനിയും മംഗളൂരുവിലെ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയുമായിരുന്ന ആയിഷയ്ക്കും അതാണ് സംഭവിച്ചത്. കോളേജിൽ നിന്ന് ഓണാവധിക്ക് വീട്ടിൽ പോകാതെ കാമുകൻ്റെ വാടക വീട്ടിലേക്ക് പോയ 21-കാരിയുടെ ആത്മഹത്യയോടെയാണ് അവൾ നേരിട്ട ചൂഷണങ്ങൾ പുറത്തറിയുന്നത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ പെൺകുട്ടി തൂങ്ങി മരിച്ച സംഭവത്തിൽ സുഹൃത്തിനെ പോലീസ് പിടികൂടി. കണ്ണാടിക്കൽ സ്വദേശി ബഷീറുദ്ദീനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. തൻ്റെ മരണത്തിന് ഉത്തരവാദി ബഷീറുദ്ദീനാണെന്ന് വ്യക്തമാക്കി ആയിഷ അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളാണ് കേസിൽ നിർണായകമായത്. ജിം ട്രെയിനറായ ബഷീറുദ്ദീന്റെ എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസമാണ് ആയിഷ റഷയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹവുമായി ആശുപത്രിയിലെത്തിയ ബഷീറുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആയിഷയുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് നിർണായകമായ തെളിവുകൾ പോലീസിന് കിട്ടിയത്. 2 വർഷത്തിലേറെയായി പരിചയമുള്ള ഇരുവരും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നതായി വാട്സാപ്പ് സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമായി. തന്റെ മരണത്തിന് ഉത്തരവാദി ബഷീറുദ്ദീനാണെന്ന് സൂചിപ്പിക്കുന്ന സന്ദേശവും പോലീസിന് ലഭിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ബഷീറുദ്ദീന്റെ ഫോണും ലാപ്ടോപ്പും ആയിഷയുടെ ടാബും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ബഷീറുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. ആയിഷയുടെ സുഹൃത്തുക്കളുടെ അടക്കം മൊഴിയെടുത്ത ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. മംഗളൂരുവിലെ കോളേജിൽ 3-ാം വർഷ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ ആയിഷ കഴിഞ്ഞ മാസം 24 മുതൽ എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് ബഷീറുദ്ദീൻ പോലീസിന് നൽകിയ മൊഴി. ബഷീറുദ്ദീൻ ഞായറാഴ്ച രാവിലെ ജിമ്മിലെ ഓണാഘോഷത്തിന് പോകുന്നത് ആയിഷ എതിർത്തു. എതിർപ്പ് അവഗണിച്ച് പരിപാടിയിൽ പോയ ശേഷം രാത്രി 8:30-യോടെ വീട്ടിലെത്തിയപ്പോഴാണ് ആയിഷയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് ബഷീറുദ്ദീൻ പോലീസിന് മൊഴി നൽകിയത്. ആയിഷയുടേത് തൂങ്ങിമരണമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആയിഷയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ബഷീറുദ്ദീൻ ആയിഷയെ ബ്ലാക്ക്മെയിൽ ചെയ്തതായും കുടുംബം ആരോപിച്ചിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്.